ഇന്ന് ചേച്ചി പിള്ളേരൊക്കെ വീട്ടിൽ വന്നപ്പോൾ പിള്ളേരെയൊക്കെ വീട്ടിലെത്തിയിട്ട് ഞാനും ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴെങ്കിലൊക്കെയാണ് ഇവൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ആ പിള്ളേരെ നമ്മൾ വീട്ടിലൊക്കെ വലടിച്ചിട്ടൊക്കെ ഇറങ്ങും. അല്ല വലച്ചിട്ടല്ല, അമ്മയുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടിന് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനും പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സും കാര്യം എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രീലക്ഷ്മിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കർക്കിടകത്തിൻ്റെയൊക്കെ മാസമായതുകൊണ്ട് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ചുരിദാറിനും എല്ലാ ഡ്രസ്സസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ ശ്രീലക്ഷ്മിയിൽ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്തൊരു കടയിലേക്ക് കയറി. അത് ഈ ഒരു കടയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ KSRTC പോകുന്ന വഴിയിലേക്ക് റൈറ്റ് സൈഡായിട്ടാണ് ഈ ഒരു കട വരുന്നത്. ഈ കടയിൽ കയറി നമ്മൾ രേണുവിന് 2-3 ടോപ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു. അത് നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും നമ്മളൊരു ചെറിയൊരു ജ്വല്ലറി ഷോപ്പിലേക്ക് കയറി. അവിടെ നിന്ന് 2-3 കമ്മൽ കാര്യങ്ങളൊക്കെ ഈ ചുതിരിക്കുട്ടി അവിടെ ഇത് വളകളിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരുന്ന് ഓരോരോ വളകൾ, അവൾക്കാട്ട് വലിയ വളകളാണ് അവളിട്ട് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ കയറുന്ന വഴി നല്ല സ്മെല്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെ അമ്മ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. സോ എനിക്ക് അമ്മയുടെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സംഭവമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിങ്ങനെ തുളസിച്ച് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഒന്ന് മയങ്ങിയായിരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ താപ്പിലാണ് നമ്മൾ പോയത്. പിന്നെ അമ്മ തലേദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞിരിക്കുന്നു. അടിപൊളി പഴംപൊരിയാണ്. എൻ്റെ അമ്മയുടെ പഴംപൊരി പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്, സൂപ്പറാണ്. കടയിലൊക്കെ പോയി കഴിക്കുന്നത് വെറുതെയാണെന്ന് ഞാൻ പറയും. അങ്ങനെ പിന്നെ പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ ഇങ്ങനെ ചായയും കുടിച്ച് TVയും കണ്ട് നമ്മുടെ ടൈമൊക്കെ അവിടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. See you.